അസ്സലാമു അലൈക്കും. രാവിലെ ദോശ ചുട്ട കുറച്ച് മാവ് ബാക്കിയുണ്ടായിന്. അപ്പോൾ അത് വെച്ചുകൊണ്ട് എങ്ങനെ 4 മണി പലഹാരം ഉണ്ടാക്കാമെന്ന് നോക്കാട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് നല്ല ജീരകം, ചെറിയ ജീരകമല്ലേ, അതിട്ട് കൊടുക്കുക. പിന്നെ ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുക കേട്ടോ. പഞ്ചസാരയൊക്കെ നല്ലോണം അലിച്ചെടുക്കുക. ഇത് പിന്നെ ഇപ്പോൾ ഈ ഇളക്കലുള്ളൂ. ഇളക്കി കഴിഞ്ഞാൽ പിന്നെ മൂടി വെക്കണം. ഇതിപ്പോൾ രാവിലെയാണ് ചെയ്യണത്. ഇനി 4 മണിക്ക് ഇല്ല പലഹാരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇടയ്ക്ക് വന്നുകൊണ്ട് ഇനി ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഇനി ഇത് മൂടി വെക്കുക. ഇതിപ്പം മാവ് കൂട്ടി വെച്ചിട്ട് ഒരു 4-5 മണിക്കൂറായി. ഇനി ഇത് ചുട്ടെടുക്കുക കേട്ടോ. ചുട്ടെടുക്കല്ല, കുക്കറിൽ ആവിയിൽ വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഗ്യാസ് അടുപ്പ് കത്തിച്ചിരിക്കണേ. അതിൻ്റെ മേലെ ഒരു തട്ട് വെച്ച് കൊടുത്ത്, ആ തട്ടിൻ്റെ മേലെയാണ് കേട്ടോ കുക്കർ വെച്ചിരിക്കുന്നത്. കുക്കറിൻ്റെ അടിയിൽ എണ്ണ ആക്കി കൊടുത്തിരിക്കണം കേട്ടോ, അടിയിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇളക്കാതെ വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ. ഇത് പാർന്ന് കൊടുക്കുമ്പോൾ തീയെ നല്ലോണം കൂട്ടി വെക്കണം കേട്ടോ. പാർന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തീയെ കുറച്ച് വെക്കുക കേട്ടോ. ഇതിൻ്റെ വിസിൽ ഊരി വെക്കണം. ഒരു 15 മിനിറ്റ് തീയെ നല്ലോണം കുറച്ച് വെച്ചുകൊണ്ട് ഇത് വേവിച്ചെടുക്കുക കേട്ടോ. 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതേമാതിരി നല്ല ഈ വിസിലിൻ്റെ ഓട്ടി കൂടെ നല്ല ആവി ഇങ്ങനെ വരും, ആവി ബബിൾസും. അപ്പം തീ ഓഫാക്കുക. ആ നേരം പിന്നെ ഒരു 15 മിനിറ്റ് തുറക്കരുത് കേട്ടോ. തുറക്കാതെ തീ ഓഫാക്കിയാണ്ട് അങ്ങനെ തന്നെ വെക്കുക. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്ന് കേട്ടോ. നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയി നല്ല അപ്പായിട്ട് കിട്ടും. ഇനി ഇത് അടിയിൽ നിന്ന് ഇളക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടി പാത്രത്തിൽ തട്ടിയാൽ കിട്ടും കേട്ടോ. ഇത് വേറെടുത്തണം എന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ച് കണ്ട് ഒന്നുകൂടി വേറെടുത്തി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അതിൽ നിന്ന് തട്ടി എടുത്തതാണ്, പ്ലേറ്റിൽ തട്ടിയതാണ്. ഇപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അടിയിൽ ആ തട്ട് വെച്ചതിന് ശേഷം കുക്കറിൻ്റെ മേലെ വെച്ചതുകൊണ്ട് തന്നെ അടിയിലൊന്നും അടി കരിഞ്ഞിട്ടും ഇതായിട്ടൊന്നുമില്ല. ഇനി ഇത് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് ഇത്. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് നമ്മൾ പാലപ്പം ഉണ്ടാക്കൂലേ, അതേ രീതിയിൽ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ടേസ്റ്റാണ് ഇത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇനി ദോശമാവ് ബാക്കി വരികയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടിട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ നിൽക്കി അതിലൂടെ ഒന്ന് പ്രസ് ചെയ്യണേ.